എല്ലാ ഇന്റർവ്യൂവിലും ശരിക്കും പറഞ്ഞു നമ്മൾ ഇരിക്കുന്ന സമയത്ത് ധ്യാന്റെ കൂടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാന്റെ കൂടെ എക്സ്പീരിയൻസ്. ആരെങ്കിലും ഇന്നേ വരെ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല അങ്ങനെ ആരെങ്കിലും പറയൂ, എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ തന്നെ പറയൂ അല്ലേ. നമ്മളൊരു ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഇന്റർവ്യൂ, ഇന്റർവ്യൂ എനിക്ക് അങ്ങനെ നമ്മൾ ഒരിക്കലും ആളെയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിതിൻ മോളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ബിഗ് ബോസ് കോണ്ടസ്റ്റന്റിന്റെ അതേപോലെ തന്നെയാണ്. ഈ കൈൻഡ് ഓഫ് റോൾസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമേനെ മാത്രം എടുത്ത് ഇങ്ങനെ ചെയ്യാന്നുള്ളത് എല്ലാ സിനിമയോടും ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മളെവിടെ ഒന്നും ചെയ്യാം, അപ്പൊ നമ്മള് ഹാപ്പിയാണ്. ഇതുകൊണ്ട് സോണി ലിവിന് ഏറ്റവും റീച്ച് കിട്ടിയ അടുത്ത കാലത്തുള്ള സിനിമയാണ്. ഓക്കെ, ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ആളുകൾ പോയി കാണുന്നു. അതോടൊപ്പം തന്നെ ഏട്ടന്റെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് സിനിമയാണ്. തിയേറ്ററിൽ ഓടിയ ഏറ്റവും വലിയ അന്നൊന്നും ഇങ്ങനത്തെ ട്രോൾസ് ഒന്നും ഇല്ലായിരുന്നു. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ജീവിതം എന്റെ മകന് ജീവിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോ ഈ ട്രാവലിംഗ് ഏട്ടന് ഏതൊക്കെ ഇന്റർവ്യൂവിൽ പോയിട്ട് അപ്പു അങ്ങനെയല്ല, അപ്പു ഇങ്ങനെയാണ് അതൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. നീ ഏട്ടന് അസൂയ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ധ്യാനം എന്ന് പറഞ്ഞ മഹാൻ കേൾക്കാൻ വേണ്ടി പറയാ, പൊന്നു മക്കളെ ഈ ഫോൺ കൊണ്ട് നടക്കുന്നുണ്ടോ കിട്ടത്തില്ല. ദൈവം സഹായിച്ച് ഒരു പടം കണ്ടിട്ട് നന്നായിരുന്നു എന്ന് പറയാൻ വിളിക്കാൻ കിട്ടത്തേ ഇല്ല. എന്റെ പടം നല്ലതാണെന്ന് മലയാളി ആ കാര്യത്തിൽ എനിക്ക് കള്ളം പറഞ്ഞ പോലെ എനിക്ക് തോന്നി. പടം നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ നോക്കിയപ്പോ കിട്ടിയില്ല. എന്താണ് ധ്യാന ഈ സീക്രട്ട്, ഈ പടത്തിന്റെ സീക്രട്ട് എന്താണ്? നമ്മള് വർഷങ്ങളെ പറ്റി പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് വിജയ് ശ്രീനിവാസൻ പടം എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് എസൻസ് ഓഫ് ഫിലിം. 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ അർത്ഥം 2 ആഴ്ച കൂടുമ്പോൾ സിനിമ റിലീസ് ആവുന്നുണ്ട്. ഒരു പോസിറ്റീവ് അല്ലേ? അതെ, പിന്നെ ആവശ്യമില്ലാത്ത സീനുകളല്ല, ക്രിഞ്ചുകളോ. നേരത്തെ ഇപ്പത്തെ പ്രധാന വിഷയമാണല്ലോ ക്രിഞ്ചും, അതിന്റെ ആൾക്കാരാണല്ലോ, വക്താക്കളാണല്ലോ, ക്രിഞ്ച് ക്ലീഷയുടെ ആൾക്കാരാണല്ലോ ഞങ്ങളൊക്കെ. ഒരു ക്രിഞ്ച് ഫീൽ ഇല്ല. നമുക്ക് ചോദിച്ചു സീക്രട്ട്. യെസ്, അപ്പം സീക്രട്ട് എന്ന മൂവി എന്താണ് പരിപാടി, അതിനെപ്പറ്റി കൂടുതൽ അറിയാം. ആൻഡ് യെസ്, വെൽക്കമിങ് ആസ് യൂഷ്വൽ ധ്യാൻ ആൻഡ് കലേഷ് ആൻഡ് ആദ്ര. ഹലോ. എന്താണ് ധ്യാൻ ഈ സീക്രട്ട്, ഈ പടത്തിന്റെ സീക്രട്ട് എന്താണ് ശരിക്കും? അത് സിനിമ കണ്ടാലേ സീക്രട്ട് പറയാൻ പറ്റില്ലല്ലോ. എന്താണ്, what is it all about? It's all about a lot of secrets. ഇപ്പോഴും ഇംഗ്ലീഷ് കഫേ തന്നെയാ. നമ്മടെ മറ്റേ അതൊന്ന് വിനീതൻ വന്നിട്ട് പിന്നെ ഓക്കെ തുടങ്ങുമ്പോ തന്നെ വിനീതനാണല്ലോ അത് കഴിഞ്ഞിട്ടാണല്ലോ സംഭവം. എന്ത് പറയുന്നു, വർഷങ്ങൾക്ക് ശേഷത്തിന് ആ ഒരു ഇംഗ്ലീഷ് കഫേ ഇട്ടതാണ് പിന്നെ അല്ലേ? അതെ, ഇതിപ്പോ എന്താ പറയണ്ടേ, നമ്മള് വർഷങ്ങൾക്ക് ശേഷത്തിനെ പറ്റി പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് വിജയ് ശ്രീനിവാസൻ പടം എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് എസൻസ് ഓഫ് ഫിലിം മൂവി അല്ലേ? അതെ. ഈ കുറേ നാളുകൾക്ക് ശേഷം മൂവി എടുക്കുക. അപ്പം ധ്യാൻ ഇങ്ങനൊരു കോള് വന്ന ടൈമിൽ എന്തുകൊണ്ട് ഞാൻ അല്ലെ എന്തുകൊണ്ട് ധ്യാൻ എന്നുള്ളത് സെൽഫ് ചോദിച്ചിട്ടുണ്ടോ? അത് ഇടക്കിടക്ക് ഞാൻ ഇരിക്കുമ്പം വരെ ആലോചിക്കുന്നത് എന്തുകൊണ്ട്, എല്ലാരും ആലോചിക്കുന്ന കാര്യമായിരിക്കും, നമ്മളൊക്കെ എന്തുകൊണ്ട്. അതാണ് ഈ സിനിമയുടെ വിഷയവും. നിമിത്തം അല്ലെങ്കിൽ ഫേറ്റ്, വിധി, ആരുടെ വിധി എന്നുള്ളതല്ല, നമുക്ക് വിധിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ വർഷങ്ങൾക്കപ്പുറം സാറിൻ്റെ കൂടെ അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ ഒരു സിനിമ, അത് സാറ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നമ്മളൊരു ഭാഗമാവുക എന്ന് പറയുന്നത് അതൊരു നമ്മൾ നോട്ട് എ സ്മോൾ തിങ്, നോട്ട് ഈവൺ ഇൻ ആർ എന്താ പറയുക ഡ്രീംസ്. അപ്പോൾ അത് സാറിന്റെ സ്ക്രിപ്റ്റ് അല്ല, സ്ക്രിപ്റ്റിൽ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. സാറിന്റെ സംവിധാനത്തിൽ നമ്മളൊരു സിനിമയുടെ ഭാഗമാവാന്ന് പറയുന്നത് നമ്മള് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു സാധനം. അപ്പൊ ആദ്യമായിട്ടൊരു കോള് വരുമ്പോ തന്നെ ആദ്യത്തെ സംശയം തന്നെ എന്തിന് ചോദിച്ചു. ഞാൻ സാറിനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് പലപ്പോഴായിട്ടും ചോദിക്കണം എന്നുള്ള ചോദ്യം, പക്ഷെ ഇതുവരെ നമുക്കത് പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ചെറുപ്പക്കാരെ വെച്ചിട്ട് ഇത് കൺസീവ് ചെയ്തിട്ടുള്ള ചെറുപ്പക്കാരെ വെച്ചിട്ട് പറഞ്ഞു പോകേണ്ട ഒരു കഥയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ ലിസ്റ്റ് എടുത്തപ്പോൾ ഏറ്റവും ചെറുപ്പമുള്ള സുന്ദരനും എലിജിബിൾ ആയിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ നടനും. അല്ല, അതെന്താണെന്നറിയോ, 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ അർത്ഥം 2 ആഴ്ച കൂടുമ്പോൾ സിനിമ റിലീസ് ആവുന്നുണ്ട്. അതൊരു പോസിറ്റീവ് അല്ലേ? ധ്യാൻ കാരണം എത്ര നവാഗത സംവിധായകർക്കാണ് സിനിമ ലഭിക്കുന്നത്
അതെ കറക്റ്റ് ആണ്. ഞാൻ ഡേറ്റ് കൊടുത്തുകൊണ്ട് മാത്രം അതല്ല, ഞാൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്ന ഒരു നടൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയായിരുന്നു കഥകൾ കേൾക്കും, കഥകൾ ആ കഥകളെല്ലാം ചെയ്യുന്നുണ്ട്. അല്ല ഇതിപ്പം സാറിന് ഇതിപ്പോ കഥക്കെല്ലാം അപ്പുറം നമ്മള് സാറിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ സാറ് വിളിക്കുന്ന സമയത്ത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ കഥയൊന്നും നമ്മളെ വിഷയമേ അല്ല. സാറിങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൈ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് നമ്മൾ ചെയ്യാം എന്നുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ സാർ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കഥ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടൊരു, കാരണം ഇതൊരു യൂഷ്വൽ ഒരു 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 റൈറ്റർ അല്ലെങ്കിൽ ആലോചിക്കുന്ന തരത്തിലൊരു കോൺസെപ്റ്റ് അല്ല. അതൊരു എന്താ പറയണ്ടേ, എല്ലാ സിനിമയെ പറ്റി നമ്മൾ പറയാൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അങ്ങനെയല്ല നമ്മൾ പറയുള്ളൂ. പൊതുവേ നമ്മളെല്ലാ കഥയും പറയുമ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് സിനിമയാണ്, ഫാമിലി ഓഡിയൻസിന് വരാം, എല്ലാം മറ്റേതാണ് മറിച്ചതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇതിൻ്റെ ഐഡിയ എല്ലാം കോൺസെപ്റ്റ് തന്നെ വെരി ബിഗിനിങ് തൊട്ടിട്ട് എന്നുവെച്ചാൽ ഇത് മറ്റേ വലിച്ചു നീട്ടലൊന്നുമില്ല. നേരെ നമ്മൾ ഗേറ്റ് ക്രാഷ് ചെയ്തപ്പോൾ പോകുന്നത് തന്നെ ഈ സിനിമ ടേക്ക് ഓഫ് ചെയ്യുന്ന തൊട്ടിട്ട് ഈ സിനിമക്കകത്താണ്. ഓക്കെ, ആ പരിപാടി വെച്ചിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സ്ട്രേറ്റ് കട്ട് നേരെ ഈ എന്താണോ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വെരി ടു ദ പോയിന്റ് പ്രിസൈസ് ആയിട്ട് ആ കഥയിലേക്ക് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ സീനിൽ ഈ സിനിമ എന്താന്നുള്ളത് അറിയിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള സീരീസ് ഓഫ് ഇവന്റ്സ് ആണ് ഈ സിനിമ ബേസിക്കലി. അപ്പം അതിൽ പുതിയതായിട്ട് പറയുന്ന കുറച്ച് വിഷയങ്ങൾ അത് സാറ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ. അത് ചില സമയത്ത് അത് പ്രീച്ചിങ് പോലെ ഒരു മെസ്സേജിങ് കൊടുക്കുന്ന പോലെ ഇൻഫർമേഷൻ കൊടുക്കും. കാരണം ഭയങ്കര ഇൻഫർമേറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ ഇത് സിനിമയായി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ കോൺസെപ്റ്റ് പറയുന്ന സമയത്ത്, കാരണം പറയാത്ത കഥകളില്ല, അല്ലെങ്കിൽ മലയാളത്തിൽ പറയാത്ത, ലോക സിനിമയിൽ തന്നെ പറയാത്ത, നമ്മൾ കേൾക്കാത്തതും പറയാത്തതായിട്ടുള്ള കഥകളൊന്നുമില്ല, വരും. പക്ഷെ ആ രീതിയിൽ ഇതിൽ പറയുന്ന വിഷയം അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ഒരു സംഭവം എവിടെയൊക്കെയോ നമുക്ക് റിലേറ്റബിളുമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഫ്രഷാണ്, അതിൻ്റെ ഒരു യുണീക്കാണ് അതിൻ്റെ ടോപ്പിക്. അതൊരു സിനിമയായിട്ട് വരുമ്പോൾ അത് സിനിമയിൽ ഇത് അലിഞ്ഞു തരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ക്യൂരിയോസിറ്റി. ഇത് സിനിമയായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു സാധനം എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത് ഭയങ്കര പ്രീച്ചിങ് ആയി പോകുമോ അല്ലെങ്കിൽ. പക്ഷേ അതൊന്നും അല്ലാതെ അതൊരു സിനിമ ഫോമാറ്റിലേക്ക് വന്നപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇന്നാണ് കുറേ ഭാഗങ്ങൾ ഡബ് ചെയ്തതിന് ശേഷം കണ്ടത്. അപ്പം അതൊക്കെ അതിലുള്ള എല്ലാം കാണാൻ പറ്റിയില്ല, പക്ഷെ കണ്ടതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അടുത്തത് എന്ത് എന്നുള്ളൊരു സാധനം, ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത്, അതാണല്ലോ വേണ്ടത്. അടുത്തത് എന്ത്, കാരണം സാറിൻ്റെ സിനിമകൾക്കൊക്കെ ഒരു ചെറിയ ത്രില്ലർ സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കര മാസി അല്ലെങ്കിൽ ആക്ഷൻ അങ്ങനെ ഒരു സിനിമയല്ല താനും. പക്ഷെ ഒരു കഥ പറഞ്ഞു പോകുന്ന യുണീക്ക് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഒരു ത്രില്ലർ സ്വഭാവമുള്ള, അല്ലെങ്കിൽ കംപ്ലീറ്റ് മറ്റേ ത്രില്ലർ അല്ലാത്ത ഒരു സ്വഭാവമുള്ളൊരു സിനിമ. അതും ഇതൊരു എങ്ങനെ നോക്കിയാലും ഇതൊരു എസ് എൻ സ്വാമി ഫിലിം എന്നുള്ളൊരു ബാഡ്ജ് നമുക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും. ഓരോ ഇതിനകത്തും ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആക്കാനൊന്നും അല്ല ശ്രമിച്ചിട്ടുള്ളത്. ഒരു കഥ പറഞ്ഞു പോകാനാണ് പുള്ളി ശ്രമിച്ചിട്ടുള്ളത്. ആ കഥ കൃത്യമായിട്ട് ഞാൻ എൻഗേജിങ് ആയി പറയാന്നുള്ളതാണല്ലോ. അതിനെ ഭയങ്കരമായി നേരത്തെ പറഞ്ഞ പോലെ വളച്ചൊടിച്ചാതെ അല്ലെങ്കിൽ ഒരു പരിപാടിയിലോട്ട് ആവശ്യമില്ലാത്ത സീനുകൾ തന്നെ കുറവാണ്. ആവശ്യമില്ലാത്ത സീനുകളല്ല, ക്രിഞ്ചുകളോ. നേരത്തെ ഇപ്പോഴത്തെ പ്രധാന വിഷയമാണല്ലോ ക്രിഞ്ചും. അതിന്റെ ആൾക്കാരാണല്ലോ, വക്താക്കളാണല്ലോ, ക്രിഞ്ച് ക്ലീഷയുടെ ആൾക്കാരാണല്ലോ ഞങ്ങളൊക്കെ. ഒരു ക്രിഞ്ച് ഫീൽ ഇല്ല. അത്തരം കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ ആ ഡയലോഗ് പറഞ്ഞു എടുത്ത് വീശുമായിരുന്നു. അത്തരത്തിലുള്ള ക്രിഞ്ചുകളോ ക്ലീഷകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നീറ്റ് ക്ലീൻ മൂവി ആയിരിക്കും എല്ലാം. അപ്പം സെൽവൻ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കഴിഞ്ഞു, ഇന്ദ്രധനുഷ് കഴിഞ്ഞു. അതെ, അപ്പം എന്നാലും ആ പാട്ട് നല്ല പാട്ടല്ല, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. അപ്പൊ ഇതിൽ എന്താണ് കലേഷ് പറയൂ?
സോ ഹാപ്പി അല്ലേ? ഗ്രോത്ത് എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അന്ന് എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇത് ഈ പടം ചെയ്തു, ഇനി അടുത്തൊരെണ്ണം വരുന്നുണ്ട്, അവർക്ക് വർഷങ്ങൾക്ക് ശേഷമാണ്, അത് കഴിഞ്ഞിട്ട് മൂവികൾ വരുന്നു. പക്ഷെ അത് ആ ഒരു ഗ്രാഫ് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലേ? ശരിയല്ലേ? അത് കുറെ സംസാരിച്ചിട്ടുണ്ടല്ലോ. മനസ്സിൽ നിന്ന് പറഞ്ഞാണ്. അതെ, എനിക്ക് അങ്ങനെ തോന്നിയില്ലേ? അത് തോന്നിപ്പിച്ചു. ഞാൻ തോന്നിപ്പിക്കാൻ പാടുന്നൊക്കെ. ഇല്ല, എനിക്കിപ്പോ ശംശാനം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ സെൽവ എന്നുള്ള കഥാപാത്രം, അതിനുശേഷം ഇന്ദ്രധനുഷ് കംപ്ലീറ്റ്ലി വേറൊരു ഷെയ്ഡായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ മൂർത്തി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ധ്യാനിന്റെ അടുത്ത സുഹൃത്താണ്. അപ്പം ധ്യാനിനെ ഒരു വളരെ നിർണായക ഘട്ടത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പം ഇപ്പൊ ധ്യാൻ പറഞ്ഞ ഈ ഒരു നിമിത്തം അല്ലെങ്കിൽ ഇപ്പോ ഇന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയില്ലേ, നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം ഇപ്പം തോന്നുന്ന ഒരു സംഭവം, അത് എന്തുകൊണ്ട് തോന്നുന്നു, അത് തോന്നാൻ എന്തെങ്കിലും കാരണമുണ്ടോ, ഇപ്പൊ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട് കൂടുതലായി. എന്നാൽ അത് വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഡെലിവറി ചെയ്യണം. അപ്പൊ അതൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്വാമി സാർ എഴുതിയ ഒരു സംഭാഷണമാണ് ഞാൻ വായിക്കുന്നത് അല്ലെ. ഫസ്റ്റ് ഡേ നമ്മൾ പോയിരുന്ന് അത് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു ഗൂസ് ബംസ് ആണ്. അത് നമ്മൾ കണ്ടു വളർന്ന സിനിമകൾ, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ, ഇപ്പം CBI സിനിമകളാണെങ്കിലും ധ്രുവം പോലത്തെ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടാണെങ്കിലും ഒക്കെ. ഇൻഫാക്ട് ഞാൻ സാഗർ ഇലിയാസ് ജാക്കിയൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയിരുന്ന് കണ്ട് നമ്മൾ അത്രയും ആസ്വദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ സിനിമയൊക്കെ എഴുതിയ ഒരാള്, അദ്ദേഹം എഴുതിയ ഒരു കഥാപാത്രം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു. അതിന്റെ സംഭാഷണം നമുക്ക് ഇത് നീ ഇപ്പടിയല്ല ഇപ്പടി ചൊല്ല് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വിദൂര ഡ്രീമിൽ പോലും ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത്. ആ ഒരു കോള് വരുന്നതും അത് നമ്മുടെ ഡെസ്റ്റിനി. ഇപ്പൊ ഈ സിനിമയും പറയുന്നത് അതാണ്, ഡെസ്റ്റിനിയിൽ നിങ്ങൾക്കത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അതിന് എന്താണ് കാരണം? അത് അപ്പം ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഒരു റിസർച്ച് മെറ്റീരിയൽ പോലെ എടുത്ത് ധ്യാനിന് പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റേത്. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം എനിക്കും അത് നമുക്ക് എല്ലാവർക്കും ഒരു പഠനമായിരുന്നു ആക്ച്വലി. ഇതിനകത്ത് പല സീൻസ് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെ. അപ്പൊ സാർ എത്രത്തോളം അത് റിസർച്ച് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിന്റെ പുറകിലുള്ള സാറിന്റെ റിസർച്ച് നമുക്ക് ഒരു തീസിസ് പോലെയാണ്. അത് നമ്മൾ ഈ സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു സിനിമ കണ്ടിട്ടും ആളുകൾക്ക് ആ ഒരു ഫീൽ വരും എന്ന് എനിക്ക് തോന്നുന്നു. ആർദ്രായാലും എന്താണ് ഇതിൽ ഈ മൂവിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ? ധ്യാൻ ചേട്ടന്റെ പേരായിട്ടുള്ള ക്യാരക്ടറാണ് ഷെയ്ന. എല്ലാ ഇന്റർവ്യൂവിലും ശരിക്കും പറഞ്ഞു നമ്മൾ ഇരിക്കുന്ന സമയത്ത് ധ്യാന്റെ കൂടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്. അപ്പൊ ധ്യാൻ ഇങ്ങനെ ധ്യാന്റെ സ്റ്റൈലുണ്ട്, ധ്യാൻ ഇങ്ങനെ അല്ലേ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആരെങ്കിലും ഇന്നേ വരെ ഭയങ്കര മോശം എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഇയാളെ ഇഷ്ടമല്ല അങ്ങനെ ആരെങ്കിലും പറയൂ? ഇനി ഇഷ്ടമല്ലെങ്കിൽ തന്നെ പറയൂ അല്ലേ? അല്ല, ഇഷ്ടക്കേടൊന്നും ഇല്ല സത്യം. ഇല്ല, അതാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഇല്ല, ഉണ്ടെന്ന് തന്നെ വെച്ചോ. ഇയാളെ എനിക്ക് ഇഷ്ടമല്ല, വെറുത്തു ഞാൻ ആരെങ്കിലും പറയോ? നമ്മളൊരു ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഇന്റർവ്യൂ, എന്ത് ഇന്റർവ്യൂ എനിക്ക് അങ്ങനെ നമ്മൾ ഒരിക്കലും ആളെയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും. അല്ല, ഈ ഇന്റർവ്യൂ ഒക്കെയാണല്ലോ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇനീഷ്യലി എനിക്ക് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു എന്നോട്. അല്ല, പൊതുവേ കുറച്ച് സീരിയസ് അത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കൊടുക്കുന്ന റെസ്പെക്ട് മനസ്സിലായി. അതിൻ്റെതായിട്ടുള്ളൊരു മിങ്കിൾ ചെയ്യാൻ എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കംഫർട്ടബിൾ ആയി. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള സീൻസ് ആണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള സീൻസ് ആണെങ്കിലും വളരെ കുറവാണ് ഇവരുടെ സിറ്റുവേഷൻസ് വെച്ച് നോക്കുമ്പോൾ. കാരണം ഇവര് ഫ്രണ്ട്സ് ആയിട്ടുള്ളൊരു ടീം ആകുമ്പോൾ ഇവർക്ക് ഒരുപാട് സീക്വൻസസ് ഒരുമിച്ചുണ്ട്. അങ്ങനെയായിരുന്നു ഷൂട്ടിൻ്റെത്. ഞങ്ങളത് അത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്ന സീൻസും സിറ്റുവേഷൻസും എല്ലാം ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ ആണെങ്കിലും ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ പറയുന്ന സീക്രട്ട് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒന്നും അറിയാതെ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. അതെ, അത് അറിയാവുന്ന കുറച്ച് ആൾക്കാർ ഇവരുമായിരുന്നു. ധ്യാന്റെ കൂടെ അഭിനയിക്കാന്ന് പറഞ്ഞ് മാത്രം
ആ സന്തോഷത്തിൽ വന്ന് അഭിനയിച്ച അങ്ങനല്ല. അങ്ങനെയാണ്. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ എന്നല്ലേ പറഞ്ഞേ. ഞാൻ എന്റെ പേരാണ്, അത് മാത്രമേ എനിക്ക് അറിയാം. അങ്ങനല്ല. സ്വാമി സാറിന്റെ പടം ഉണ്ടല്ലേ അല്ലേ? അല്ല, ആദ്യം സ്വാമി അല്ല. സ്വാമി സാറിന്റെ പടമാണ് എന്നുള്ളതാണ് ഇനീഷ്യലി. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റോറി ഒക്കെ ആണെങ്കിലും ജസ്റ്റ് ഒരു 1 ലൈനിൽ കാര്യം പറയുമ്പോൾ പോലും നമുക്ക് അതൊന്നും അല്ല. സ്വാമി സാറ് ഇത്രയും കാലം അതൊന്നുമല്ല, കഥയൊക്കെ പഠിക്കട്ടെ, നായകൻ. അതെ, അത് ഓരോ മാസത്തിൽ ഓരോ മൂവികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നായകൻ. ഒരു വൃത്തികെട്ട നായകൻ. നേരത്തെ ഈ ക്രിഞ്ചിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇതിനകത്ത് ചില ട്രോൾസുകളൊക്കെ ഇപ്പം നിതിൻ മോളി എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഒരു പ്രീവിയസ് ഇപ്പോൾ ബിഗ് ബോസ് കോണ്ടസ്റ്റൻറ്റിൻ്റെ അതേപോലെ തന്നെയാണ്, അല്ല എവിടെയോ ഒരു റിസംബ്ലൻസ് വരുന്നു എന്നൊക്കെ കുറേ ഇത് വരുന്നുണ്ടാവും. അപ്പോൾ ഈ കൈൻഡ് ഓഫ് ട്രോൾസ് ഒക്കെ വരുമ്പോൾ അവിടെ എങ്ങനെ എൻജോയ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോൾസ് നമ്മള് ഞാൻ അത് അറിഞ്ഞില്ല അങ്ങനെയുള്ള ട്രോൾസും കാര്യങ്ങളൊക്കെ. ഇല്ല, ഈ സംഭവം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, ഈ ബിഗ് ബോസിന്റെ ഇത്. പക്ഷെ ഇത് ഓരോരുത്തരും ഓരോ വ്യാഖ്യാനിക്കുന്നതല്ലേ. ഇതിപ്പം OTT ഇത് വന്നതിന് ശേഷം ആളുകൾ ഇത് ഡൈസെക്ട് ചെയ്ത് ഓരോന്നും എടുത്ത് നോക്കി ഇതിനെ ഇനി എങ്ങനെ കീറി മുറിക്കാം എന്ന് അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്നൊക്കെ. അല്ല, അതിപ്പോ ഈ സിനിമേനെ മാത്രം എടുത്ത് ഇങ്ങനെ ചെയ്യാന്നുള്ളതല്ല, എല്ലാ സിനിമയോടും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ ഒന്നും ചെയ്യാം, അപ്പൊ നമ്മള് ഹാപ്പിയാ. അല്ല, മാക്സിമം ചർച്ചയിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളെ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ആർക്കും വേണ്ട. ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അതിനർത്ഥം പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഏറ്റവും വലിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ചർച്ച ചെയ്യാനും ഇതേപോലെ ട്രോള് വരുന്നതും ഇതുകൊണ്ട് സോണി ലിവിന് ഏറ്റവും റീച്ച് കിട്ടിയ അടുത്ത കാലത്തുള്ള സിനിമയാണ്. ഓക്കെ, ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ആളുകൾ പോയി കാണുന്നു. അതോടൊപ്പം തന്നെ ഏട്ടന്റെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ ഓടിയ ഏറ്റവും വലിയ സക്സസ്. ഇങ്ങനത്തെ ട്രോൾസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ തിയേറ്ററിൽ ഇറങ്ങി കഴിയുന്ന സമയത്ത് വരാത്ത ട്രോളുകൾ OTT വരുമ്പോ, അപ്പൊ OTT എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ ബേസിക്കലി അങ്ങനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറി. അത് നമ്മളെ സിനിമ മാത്രമല്ല, എല്ലാ സിനിമകളും. അതും അതിനുശേഷം വന്ന ഓഡിയോ സിനിമകൾ ഇപ്പൊ അടുത്ത് പല സിനിമകൾ ആളുകൾക്ക് അത്രയും കോമഡി ഫീൽ ചെയ്യുന്നില്ല. ഇത് ഈ കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിൽ അല്ലെ, ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിൽ നമുക്ക് ഡ്രാമയും അതിന്റെ ഇമോഷൻസും അല്ലെങ്കിൽ കോമഡി ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആവും. ക്രൗഡിന്റെ കൂടെ ചിലപ്പോ നമ്മൾ അത് ഫോണിലിരുന്ന് കാണുമ്പോഴോ അല്ലെങ്കിൽ അത് പല തവണയായിട്ടൊക്കെ ഈ പോസ് ചെയ്തിട്ട് പോയിട്ട് പിന്നെ വന്ന് കാണുമ്പോഴൊക്കെ ചിലപ്പോ അത് അത്രയും ഫീൽ ചെയ്യണമെന്നില്ല. അത് ഒരാൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാണുള്ളൂ. പിന്നെ ട്രോൾസ് നമുക്ക് അതിന്റെ പുറത്ത് യാതൊരു കൺട്രോൾ ഇല്ലാത്തൊരു സാധനം ആവുമ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും അത് ഇതിന്റെ ഭാഗമാണ്. ഇപ്പൊ ഈ സിനിമ വരുന്നു, ഇന്റർവ്യൂ വരുന്നു, സിനിമ ഇറങ്ങുന്നു, ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാതിരിക്കുന്നു, അതിനെ ഫോളോ ചെയ്ത് ട്രോള് വരുന്നു. അതിന് നമ്മൾ വെൽക്കം ചെയ്യുക എന്നുള്ളത് മാത്രം, അത് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളത് മാത്രം. അത് നമ്മൾ ചെയ്ത പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അതിനെ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് നല്ല ട്രോൾ ചെയ്യുന്ന ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ചിരിച്ചിട്ടുണ്ട്. കാരണം അതിനൊരു ക്രിയേറ്റിവിറ്റിയും അവനും എടുക്കുന്ന ഒരു എഫേർട്ടും ടൈമും ഉണ്ട് അല്ലേ. അവന്റെ ഒരു തല വർക്കായിട്ടുണ്ട്. അത് ആരാണ് അതിന്റെ ഒരു കൺസിഡറേഷൻ അവർ കൊടുക്കണമല്ലോ, ഡെഫിനറ്റ് ആയിട്ടും. പിന്നെ അവർക്കും കോണ്ടന്റ് വേണ്ടേ. അവരും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എന്റർടൈൻമെന്റ് ആണല്ലോ അൾട്ടിമേറ്റ്ലി. അല്ല, ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് അവരിത് വീണ്ടും വീണ്ടും കണ്ടിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും കോണ്ടന്റ് എടുക്കാൻ പറ്റുമോ. അപ്പൊ അത് നല്ലതല്ലേ, അവർ വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. നമ്മൾ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അത് വളരെ പോസിറ്റീവ് ആയിട്ട് കാണാം. ആ സിനിമയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രണവായിട്ട് ആക്ച്വലി നല്ലൊരു റാപ്പുണ്ട്, ഒരു കമ്പനി ഉണ്ട്. പക്ഷെ ശരിക്കും ഞാൻ നോക്കുമ്പോഴേ ഈ രണ്ട് പേരും എക്സ്ട്രീമിലി ഓപ്പോസിറ്റ്, അതായത് ക്യാരക്ടർ വൈസ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പം ധ്യാനാണെങ്കിൽ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ മാക്സിമം കൊടുക്കുന്നു, ഫുൾ ഓൺ മീഡിയയിൽ നിൽക്കുന്നു, ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷെ പ്രണവ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഒരു ഉൾട്ടാ പരിപാടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മൂവി അഭിനയിക്കുന്നു, വാനിഷ് മോഡ്, വീണ്ടും സിനിമയിൽ തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ടല്ലോ. മലയും കുന്നും കയറാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ അതിനെപ്പറ്റി, നിങ്ങൾ ആക്ച്വലി നല്ല കമ്പനി ആയിരുന്നു, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചപ്പോഴും അപ്പു സ്റ്റിൽ ഞാൻ ചോദിച്ചു സിനിമ എന്നുള്ളൊരു ഇതിലോട്ട് തന്നെ നിൽക്കണം അല്ലെങ്കിൽ. അപ്പോൾ പുള്ളി സ്റ്റിൽ ഡിസ്കവറിങ്, പുള്ളി എന്താണ് ചെയ്യേണ്ടത്, സിനിമ ചെയ്യുന്നത്. പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് സിനിമയോട് അതിയായ ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞ എനിക്ക് പാഷൻ എത്ര പാഷനേറ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിനിമ ഇഷ്ടമാണ് പുള്ളിക്ക്. പുള്ളി പഴയ മലയാള സിനിമകൾ അങ്ങനെ പഴയ സിനിമകളൊന്നും കണ്ടിട്ടുമില്ല. സിനിമ ഭയങ്കര ഇഷ്ടമാണ്.
സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവിടെ തിയേറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിലും കുഞ്ഞു കുഞ്ഞ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്ത് അവാർഡൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് സിനിമയോട് ഭയങ്കരമായിട്ടുള്ള അതിയായിട്ടുള്ള ഇഷ്ടമുണ്ട്. പുള്ളിയുടെ അതോടൊപ്പം തന്നെ പുള്ളിക്ക് ഇഷ്ടമുള്ള വേറെ കുറെ മേഖലകളുണ്ട്, കാറ്റഗറീസ് ഉണ്ട്. അതില് മ്യൂസിക് മെയിൻ ഒരു ഏരിയ ആണ്. ബുക്സ് നന്നായി എഴുതും, പോയട്രി. അപ്പം ഒരാൾക്ക് മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്, മൾട്ടി ടാലന്റഡും ആണ് ആ രീതി. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പുള്ളിക്ക് സിനിമ മാത്രമല്ല, അപ്പൊ പുള്ളി ട്രാവലറാണ്, പുള്ളി യാത്ര ചെയ്യാൻ ആൾക്കാരെ കാണുന്നത്. അപ്പൊ പല പല താല്പര്യങ്ങളുള്ള ഒരാളെ ഒന്നിൽ തന്നെ ഒരു നില കൊണ്ട് പിടിച്ചിടാനും പറ്റില്ല. അപ്പം പുള്ളി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഒരു സാധനം റവന്യൂ ഉണ്ട് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സിനിമയിൽ. വീട്ടിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിച്ചിട്ട് പുള്ളി യൂസ് ചെയ്യുന്നതും വളരെ മിനിമൽ ആയിട്ടുള്ള ജീവിതം, സിമ്പിൾ ആയിട്ടുള്ള ജീവിതം, യാത്ര ചെയ്യുന്ന വണ്ടി, അല്ലെങ്കിൽ പുള്ളിക്ക് ഇതൊക്കെ എല്ലാ ഇതുണ്ടായിട്ട് പോലും പുള്ളി അതൊന്നും എടുക്കാതെ പുള്ളിയുടെ കാശിലും പുള്ളി സിനിമയിൽ നിന്ന് ജോലി ചെയ്ത് കിട്ടുന്ന കാശിലാണ് പുള്ളി ട്രാവൽ ചെയ്യുന്നതൊക്കെ. അച്ഛന്റെ പൈസയൊക്കെ ഒന്നുമല്ല, ചായ കുടിക്കുന്നവരെ സ്വന്തം പൈസയൊക്കെ. അപ്പൊ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാള് അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അയാൾ വന്ന് സിനിമ ചെയ്യുന്നു, അയാൾ ഇഷ്ടമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു. ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ജീവിതം എന്റെ മകന് ജീവിക്കാൻ പറ്റുന്നു എന്ന് ലാലേട്ടൻ ഒരു ഇന്റർവ്യൂ. അപ്പൊ അത് നല്ലൊരു കാര്യമല്ലേ? പുള്ളിക്ക് ഒരു സിനിമ ചെയ്തിട്ട് പുള്ളിക്ക് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട് പിന്നെ അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഒരു നടനെന്ന രീതിയിൽ നമ്മൾ ഇവിടെ തന്നെ നിന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ ആൾക്കാരെ കാണുന്നില്ല. ചിലപ്പോ ഈ ട്രാവലിംഗ് ഏതൊക്കെ ഇന്റർവ്യൂവിൽ പോയിട്ട് അപ്പു അങ്ങനെയല്ല, അപ്പു ഇങ്ങനെയാണ് അതൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. അപ്പൊ ശരിക്കും അങ്ങനെയല്ല എന്ന് പറയുമ്പോഴാണ് സത്യം പറഞ്ഞ അപ്പൊ നമ്മളെയൊക്കെ എല്ലാരെയൊക്കെ പോലെ തന്നെ എല്ലാരും. പക്ഷെ നമ്മൾക്കൊക്കെ എന്താ, നമ്മളൊരു ചട്ടക്കൂടിനകത്ത് നമുക്ക് എന്താ പറയണ്ടേ, നമുക്ക് ഇതൊന്നും ഭേദിച്ചിട്ട് പോയിച്ചിട്ട് മറ്റേ ഒരു ഫ്രീ സോളിനെ പോലെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ചിലർക്കത് പറ്റുമ്പോ നമുക്ക് ഭയങ്കര അസൂയ ആൾക്കാര് എനിക്ക് നേട്ടന് അസൂയ ഉണ്ടെന്ന് അല്ലാതെ വളരെ ഓർഡിനറി സാധാരണക്കാരൻ, സാധാരണ ജീവിതം. പുള്ളി വല്ലപ്പോഴും വന്ന് സിനിമ ചെയ്യുന്നു, സിനിമയിൽ നിന്ന് കിട്ടുന്ന അതും എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടിത് ഏറ്റവും മിനിമലായിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിലും ഏറ്റവും ഇതിനായിട്ട് മിനിമലായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാള്. അപ്പം ഇത് ഭയങ്കര ലുബ്ധിച്ചിട്ടാണ് പുള്ളിയുടെ ഓരോ യാത്രയും. അല്ലാണ്ട് വലിയ വലിയ ഹോട്ടലിൽ പോയി താമസിക്കുകയോ അല്ലാണ്ട് വലിയ അടിച്ചൊക്കെയാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പുള്ളിക്ക് അതുമാണ് പറയുന്നത് സീറോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു. അപ്പൊ അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ തീർന്നു പോലെ, ഒരു പടമല്ലേ 2 കൊല്ലം കൂടുമ്പോ ഒരു പടമല്ലേ ചെയ്യുന്നുള്ളൂ, അല്ല പെട്ടെന്ന് തീർന്നു പോലെ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്ക് ഒരു ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. എന്നുവെച്ചാൽ അത് ലാൽ സാറിന്റെ മകനായതുകൊണ്ടുള്ള മാത്രമുള്ള ഇഷ്ടമല്ല. എവിടെയൊക്കെയോ മനസ്സിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ അപ്പു എന്ന് പറഞ്ഞ ഒരാളോടൊരു മലയാളികൾക്കൊക്കെ ഒരു സോഫ്റ്റ് കോർണർ ഇഷ്ടമുണ്ട്. ആസ് എ പേഴ്സൺ ഒരു ഇഷ്ടമുണ്ട്. ആസ് എൻ ആക്ടർ ഹൃദയത്തിന് ശേഷം ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിൽ ഒരാൾ വന്നിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ പെട്ടെന്ന് വന്നിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര എളുപ്പമുള്ള മലയാളം എഴുതാനും നമുക്ക് ഒരാളെ പറ്റി നല്ലത് പറയാൻ വലിയ താല്പര്യം ഉണ്ടായിട്ട് പറയുന്നില്ല. പക്ഷെ എന്നാ പോലും നമ്മൾ നല്ലത് പറയുന്നില്ല ഒരാളെ പറ്റി. നമ്മള് സ്ഥിരം പ്രാക്ടീസിലാണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഡെയിലി പ്രാക്ടീസ് ഉണ്ട്, എപ്പോഴും പ്രാക്ടീസ്. അപ്പൊ നമുക്ക് പോലും ഒരു ദിവസം കഴിഞ്ഞ് 2ാം ദിവസം പോയിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇൻഹിബിഷൻസ് ഉണ്ട്. നമുക്ക് ആ ക്യാമറ ഫേസ് ചെയ്യും. എനിക്കിപ്പോ കുറഞ്ഞു എന്നാലും ഇല്ലാതില്ല. 2 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് സിനിമയിൽ അഭിനയിക്കുക, പഠിച്ച ഡയലോഗ് അതുപോലെ അതും മലയാളം കൃത്യമായിട്ട് എഴുതാനും വായിക്കാനും പുള്ളിക്ക് അറിയില്ല. പുള്ളി അത് എടുക്കുന്ന എഫേർട്ട്, അത് പഠിച്ച് വന്ന് ഒരു ബാഗ് ഉണ്ട്, ആ ബാഗ് ഒരു വാട്ടർ ബോട്ടില്, ബാഗിനകത്ത് സ്ക്രിപ്റ്റ്, ഇതും കൊണ്ടാ വരിക. അതിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് പുള്ളി അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൃത്യമായ ഒരു ജോലി എന്നുള്ള കമ്മിറ്റ്മെന്റ്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി നമ്മൾ വല്ലപ്പോഴും വന്ന് ചെയ്യുന്നു, അതിൽ നമുക്ക് ഒരു കാശ് കിട്ടുന്നു. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പൊ പുള്ളി ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ആളാ. അതില് ഏറ്റവും ഇഷ്ടമുള്ള മേഖല പുള്ളിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള മ്യൂസിക് പുള്ളിയുടെ ഏറ്റവും സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആളാണ്. അത്യാവശ്യം നന്നായി ഗിറ്റാർ വായിക്കും, അദ്ദേഹം നന്നായിട്ട് പാടും. പിന്നെ പോയട്രി, എഴുത്ത് സ്ട്രോങ് ആയിട്ട് എഴുത്തുള്ള ഒരാളാണ്. ഇംഗ്ലീഷിൽ ഭയങ്കര ലാംഗ്വേജ്, ഉഗ്രൻ ലാംഗ്വേജ് ഉള്ള ആളാണ്. അപ്പം
അതൊക്കെ പുള്ളി എക്സ്പ്ലോർ ചെയ്തില്ല. ഈ പ്രായത്തിൽ പുള്ളി അത് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ പിന്നെ ശരിയാണ് ലൈഫ് അല്ലേ. ഇതെന്താ അറിയാമോ, നമ്മളെ കരിക്കുലം, നമ്മൾ പഠിച്ച സിലബസും നമ്മൾ പഠിച്ചതിനകത്ത് നമ്മൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ആ ജോലി തന്നെ ജീവിച്ച് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ പോവാന്നുള്ളത്. എല്ലാ ദിവസവും അങ്ങനെ പോവാന്നുള്ള ഇത് ആ സാധനത്തിനകത്തൊന്നും പുള്ളി ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അടുത്ത ചോദ്യം ഇത് ലാൽ സാറിന്റെ മകനായതുകൊണ്ട് പുള്ളിക്ക് വീട്ടില് പ്രിവിലേജ് ഉള്ളത് കൊണ്ടല്ലേ കൂടുതലും ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതാണ്. അങ്ങനൊന്നുമില്ല. ഇപ്പം പുള്ളി ആ സമയത്ത്, അതായത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട്. അപ്പൊ ഈ ഒരു 3 മാസം ഈ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നാൽ ഇതിന്റെ കാശ് കൊണ്ട് ഞാൻ അടുത്ത 6 മാസം ട്രാവൽ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് പുള്ളി ചിന്തിക്കുന്നത്. പ്രിവിലേജ് സത്യം. അതെ ശരിയാണ്. അല്ല അത് മാത്രമല്ല, പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരുടെയും ഇപ്പം സാധാരണ ആൾക്കാരെന്ന് വെച്ചാൽ വീട്ടില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കുടുംബം നോക്കണം, പ്രാരാബ്ദം ഉണ്ടാവുന്നുണ്ടാവും. അത്തരം ബുദ്ധിമുട്ടുകളോ പ്രാരാബ്ദങ്ങളോ ദൈവം സഹായിച്ചു പുള്ളിക്കില്ല. അത് പുള്ളിയുടെ തെറ്റല്ലല്ലോ. പുള്ളി മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടന്റെ മകനായി ജനിച്ചത് പുള്ളിയുടെ തെറ്റാണോ? അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, പൊതുവായിട്ടുള്ള ഒരു സംഭവം അറിയാം, ഇവനെ അസൂയ തോന്നും. അതൊന്നുമല്ല. അപ്പൊ അവനെ നോക്കണ്ടല്ലോ, അവൻ അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ. ഇങ്ങനെ ആളുടെ മകനായി ജനിക്കാൻ പറ്റിയ ഭാഗ്യം. അതുകൊണ്ട് പുള്ളി ആ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓരോ നിമിഷവും ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് ആഘോഷമാക്കുക. ഇത് ഞാനും പോവാ ട്രാവലിംഗ്. അതെ, ഞാൻ റോക്ക് ക്ലൈംബിങ്ങിന് പോകാൻ പോവുകയാണ് അല്ലേ. ഇനി എനിക്കത് രക്ഷയുള്ളൂ. ഇതോട് ഞാൻ താല്പര്യം കൊണ്ട് പോകുന്നതല്ല. റോക്ക് ക്ലൈംബിംഗ് വെച്ച് കഴിഞ്ഞാൽ കോറിയിലൊക്കെ പാറ പൊട്ടിക്കില്ല. ഇവിടെ പോയിട്ട് അങ്ങനത്തെ കോറി. സിനിമ വിട്ടിട്ട് പോകാനാണോ സിനിമ ചെയ്യുന്നതിന്റെ കൂടത്തിൽ പോകാനാണോ? സിനിമ ഇപ്പൊ ഉള്ള പോക്കനുസരിച്ച് അത് കഴിയുമ്പോൾ തന്നെ പോണ്ടി വരും. ആണ്. എന്നാൽ ഞാൻ ഒരു വീഡിയോ കാണിക്കണം. അതിന് മുമ്പ് അതിന് ആക്ച്വലി സൈക്കോളജിസ്റ്റും കൂടെ അല്ലേ, അപ്പം അതിന്ന് ആക്ച്വലി മൂവി പാഷൻ പരിപാടി എങ്ങനെയാണ്? അതിപ്പോ കറന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് സൈക്കോളജിസ്റ്റ് ആയിട്ട്. ധ്യാനയും ഇവരെയൊക്കെ സൈക്കോളജി എന്തെങ്കിലും സെറ്റില്? ഇല്ല, അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും നമ്മൾ സെറ്റില് ചെയ്തിട്ടില്ല. ചിലപ്പോ മനസ്സിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പറയില്ലല്ലോ. സൈക്കോളജിസ്റ്റ് കണ്ട ഉടനെ മുഖം നോക്കി പറയുന്ന ആളാണ്. അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. എല്ലാരും ചോദിക്കും പറഞ്ഞു കൊടുക്കുക. ഏകദേശം ഒരു ക്യാരക്ടർ മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. അത് നമ്മളടുത്ത് നിങ്ങളും കൂടി ഇന്ററാക്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഒരു കാര്യം പറയാതെ നോക്കിയിട്ട് എനിക്ക് പറയാനെന്നുള്ള സ്കില്ല് ഞാൻ പഠിച്ചു. കുറെ ഇന്ററാക്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എവിടെയൊക്കെയോ സൈക്കോളജി പഠിച്ചാലാണ് ആ ക്യാരക്ടറിന്റെ ഒരു നമുക്ക് അയാൾ എങ്ങനെ പെരുമാറും, എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഫ്യൂച്ചറിൽ ഇയാൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അടിപൊളി. അടുത്ത അറിയണം. അതെ, അറിയണം. അതാണ് അടുപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരെ അടുപ്പിക്കാൻ പറ്റില്ല. അത് വേണ്ടതല്ലേ. ഓക്കെ, ഞാനൊരു വീഡിയോ കാണിക്കട്ടെ. അതായത് മല്ലിയാമ്മ പറഞ്ഞാണേ. ഓക്കെ. പക്ഷെ ധ്യാനം എന്ന് പറഞ്ഞ മഹാൻ കേൾക്കാൻ വേണ്ടി പറയാം, പൊന്നു മക്കളെ ഈ ഫോൺ കൊണ്ട് നടക്കുന്നുണ്ടോ ഓഫായിരിക്കും മിക്കപ്പോഴും. കിട്ടത്തില്ല. ദൈവം സഹായിച്ച് ഒരു പടം കണ്ടിട്ട് നന്നായിരുന്നു എന്ന് പറയാൻ വിളിക്കാൻ കിട്ടത്തേ ഇല്ല. അങ്ങനെ ഒരു പടം അല്ല, ഇപ്പൊ വന്ന പടങ്ങളെല്ലാം വർഷങ്ങളാ. ഇത് പറയണമെന്ന് വെച്ചാല് ചിലപ്പോൾ ഇങ്ങനെ റിങ് ചെയ്തിരിക്കും, എടുക്കത്തില്ല. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഈ കാലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇടിയും മഴയും ചുമ്മാതല്ല, ആ സമയത്ത് കേരളത്തിൽ ഇന്റർവ്യൂസിന് വരുന്നു. എന്തായാലും അതൊരു വല്ലാത്തൊരു സന്തോഷം തന്ന ഒരു പടമായിരുന്നു. എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ എന്റെ പടം നല്ലതാണെന്ന് മല്ലിയാന്റി ആ കാര്യത്തിൽ എനിക്ക് കള്ളം പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. പടം നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ നോക്കിയപ്പോ കിട്ടിയില്ല. അപ്പൊ അടുത്ത ഇന്റർവ്യൂ വരുമ്പോ അത് ഏതാണ് പടമെന്നും വർഷങ്ങൾക്ക് ശേഷം കണ്ടോ? പിന്നെ ഉറപ്പായിട്ടും. അല്ലേ പിന്നെ ഇത് പറയില്ലല്ലോ. ആണല്ലേ? ഇത് ഈ റീസെന്റ് നടന്ന ഇന്റർവ്യൂ, ഒരു ലാസ്റ്റ് വീക്കാ. എനിക്കറിയാം ഇന്റർവ്യൂവിന്റെ. അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചത്, ഞാൻ കോള് കണ്ടില്ല. അല്ല, ഞാൻ ഉറപ്പായിട്ടും അതിനെ തിരിച്ചു വിളിച്ചത്. ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം എടുത്തു. അന്നേരം ഇടിയും മഴയും പെയ്തെന്നാ പറഞ്ഞു. അല്ല, ഞാൻ എനിക്കൊന്ന് 6 മാസം മുന്നേ 7 മാസം മുന്നേ ഞങ്ങള് ഇതേപോലെ ഫോണില് ഒന്ന് സംസാരിച്ചു. ഫോണില് അത് ഞാനത് നമ്മുടെ തന്നെ ഇന്റർവ്യൂവിൽ മല്ലിക ആന്റിനെ പറ്റിട്ട് ഞാൻ പറഞ്ഞ സമയത്ത് അറ്റാന്ന് വന്നു. ആന്റി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോ കാരണം നമുക്ക് ആസ് എ പേഴ്സൺ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ. ഒന്നും കൊണ്ടല്ല, നമ്മളെ എന്താ പറയണ്ടേ, ഒന്ന് ആ എനർജി,
ഒന്ന് സ്നേഹം മനസ്സിലൊന്നും വെക്കും, പറയേണ്ടതൊക്കെ അങ്ങ് പറയും. ഓക്കെ, ഒന്നും ഒരു ഫിൽട്രേഷൻ ഇല്ലാതെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. എന്തെങ്കിലും ഒന്ന് ഇപ്പൊ ആ പറയുന്നതിൽ പോലും എന്തെങ്കിലും ഒരു വാക്കോ ഒരു കാര്യമോ ഫിൽട്ടർ ചെയ്തിട്ടില്ല. അതെ. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് നമുക്ക് വേറെ തന്നെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റിനെ അപ്പുറം ഇഷ്ടമാണ്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെയുള്ള ആൾക്കാർ. അപ്പം ഒരു ഫിൽട്രേഷനും ഇല്ലാതെ കാര്യങ്ങളെ എന്താണെങ്കിലും, അത് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരോട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, അതെന്നും അത് ചുരുക്കം ചില ആൾക്കാർക്ക് സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ ധ്യാനെ പറ്റി പറഞ്ഞ ഒരു പേഴ്സണാണ് ഷാജോൻ ചേട്ടൻ. അതെ, കറക്റ്റ് അല്ലേ? അതെ. അല്ല, അത് വളരെ ചുരുങ്ങിയ, എന്നും കാണുന്നില്ലെങ്കിലും വളരെ ചില ആൾക്കാരെ കുറേ വർഷം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അൻപ് തോന്നില്ല അവരടുത്ത്. പക്ഷെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് ഷാജോൻ ചേട്ടൻ പറഞ്ഞത്. അല്ല, അത് നമ്മളങ്ങനെയാണ്. നമ്മളൊരാളെയും നമ്മൾ ഒരു മുൻവിധിയോടെ കാണുന്നില്ല. നമ്മൾ ആരോടും ഇയാൾ ഇങ്ങനെ ആയതുകൊണ്ടും ഇയാളുടെ ഒരു എന്താ പറയണ്ട, ഇന്ന ആൾക്ക് കുറച്ച് വില കൊടുത്തേക്കാം, ഇയാൾ ഇങ്ങനെ പെർസെപ്ഷൻസ് ഇല്ല, ഒന്നുമില്ല. എല്ലാരും ഒരുപോലെയല്ലേ നമുക്ക്. അപ്പൊ പിന്നെ എല്ലാരോടും വിനീതേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഏതാ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് എല്ലാവരും ഒരുപോലെ. അല്ല, മനുഷ്യന്മാരായിട്ട് കാണാന്നുള്ള, അത് എല്ലാരും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ആർക്കും സ്പെഷ്യൽ ആയിട്ട് ഒന്നും കൊടുക്കണ്ട. അപ്പുറത്തൊരാൾ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടു അജുന്റെ സോങ് ഇഷ്ടപ്പെട്ടായിരുന്നോ? ഗുരുവായൂരമ്പലം നേരത്തെ പറഞ്ഞ സിനിമയിലെ കൃഷ്ണ കൃഷ്ണ. ഞാൻ അതിന്റെ പടം കണ്ടില്ല, ഞാൻ സോങ് മാത്രം കണ്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു അജുന്റെ പാട്ട്? അജു ആയതുകൊണ്ടല്ലേ, അജു ഇപ്പോ എന്തും ചെയ്യുന്ന ആളാണല്ലോ. നമ്മളൊക്കെ എന്തും ചെയ്യുമല്ലോ. അതെ, പിന്നെ കുഴപ്പമില്ലല്ലോ. പാടണോ പാടാം, ആടണോ ആടാം. വി ആർ പ്രൊഫഷണൽസ്. യെസ്. കലേഷിന്റെ നെക്സ്റ്റ് മൂവികൾ നിങ്ങൾ ഒരുമിച്ച് തന്നെ? നമ്മുടെ ഇനി അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്, സൂപ്പർ സിന്ദഗി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കൂടാതെ ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുണ്ട്, ചേച്ചിയും ഞാനുമാണ് അതിനകത്ത് ത്രൂഔട്ട് ഉള്ളത്. അപ്പോൾ അതും കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് തീരാറായി. പിന്നെ ലീഡ് റോൾ ചെയ്യുന്ന ഒരു ചെറിയൊരു പടം, അതിപ്പം അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. അതൊരു നവാഗത സംവിധായകനാണ്. പിന്നെ ഒരു ഹിന്ദി വെബ് സീരീസ് ചെയ്തു. എന്ത് കൈൻഡ് ഓഫ് സാധനമാണ്? ഹിന്ദി വെബ് സീരീസ്. അത് ഹിന്ദിയാണ്. ഹിന്ദി അധികം പറയാൻ പറ്റില്ല, കോൺട്രാക്ച്വലി നമ്മൾ ഒബ്ലിഗേറ്റഡ് ആണ്. ഏത് ഭാഷയിലാണെന്നാണോ ചോദിച്ചത്? പിന്നെ തമിഴിലൊരു മിസ്റ്റർ ധ്യാൻ വട്ടത്തിലിരിക്കും. ഞാനപ്പോ ഇങ്ങനെ അളിയ അതെങ്ങനെ ഇരിക്കും? അത് എങ്ങനെ ഉരുണ്ടിട്ടാണോ? അത് ഹിന്ദിയിലാണ്. അത് കോൺട്രാക്ടറോട് പറയാനും പറ്റത്തില്ലല്ലോ. പാൻ ഇന്ത്യനാണ്. പാൻ ഇന്ത്യൻ സ്റ്റാർ ആണല്ലേ? സ്റ്റാർ ഒന്നുമല്ല, വരുന്നു കുറച്ച്. ആ ഹിന്ദി എനിക്കിപ്പോ അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വഴി കയറാൻ. ഏത് ഹിന്ദി അറിയാം? ഇപ്പൊ മലയാളത്തിലൊന്നും നടക്കൂല. നാട്ടുകാരെ, ഇവിടുത്തെ നാട്ടുകാരെ പറ്റിച്ച് മതിയായി. എനിക്ക് കുറച്ച് ഹിന്ദിക്കാരെ പറ്റിക്കാം. തമിഴ് വേണ്ടേ? തമിഴ് നന്നായിട്ട് വരുമല്ലോ. തമിഴ് എനിക്ക് തമിഴ് പടം ചെയ്യല്ലേ? തമിഴ് അറിയാലോ. ധ്യാന തമിഴ് പറയില്ല, റിവീൽ ചെയ്യല്ലേ? തമിഴ് പടം ചെയ്യുന്നുണ്ട്. അടുത്ത തമിഴിലേക്കല്ലേ പോകണ്ടേ? അപ്പൊ ധ്യാൻ തമിഴ് പടം ചെയ്യാൻ പോവുകയാണ്. ഷൂട്ട് കഴിഞ്ഞോ? കഴിയും. അല്ല, അങ്ങനെയല്ല, കഴിയും. അടുത്ത അതെങ്ങനെ ഒരേ സമയം തന്നെ 10-20 പടം ചെയ്യുമ്പോഴേ ഡിഫിക്കൽട്ട് അല്ലേ ബ്രോ? ഇനി തമിഴിൽ ഇന്റർവ്യൂ എടുക്കണല്ലോ. നമ്മള് വീണ്ടും തമിഴ്നാട്ടിലും കൂടെ കാണാനുള്ളൂ. ജിഞ്ചർ തമിഴ് ജിന്ദർ மீதியா வந்து என்ன இருக்க என்னது எப்படி இருக்கு சம்பு? எப்படி இருக்கு சம்பு? நான் நல்லா இருக்கேன்ப்பா. படம் சூப்பர் தான், ஆனா அந்த கேரக்டர் கொஞ்சம் மிஸ்ஸிங் தான். നമ്മളെ ഈ തമിഴിൽ ഇന്റർവ്യൂ എടുക്കേണ്ടി എല്ലാ മാസവും ഉണ്ടേ. ഒരു മാസം 5-10 സിനിമ വെച്ച് നോക്കുമ്പോ 10-200 എണ്ണം ആയെന്ന് തോന്നുന്നു. ഞങ്ങളാണ് ഏറ്റവും എല്ലാ സ്ഥലത്തും പറയണത്. ഞാൻ കാണുന്നുണ്ടല്ലോ. അല്ലല്ല, ഞങ്ങളുടെ ഇന്റർവ്യൂവിനൊക്കെ പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ഓൾ കേരള ഒരു ടൂറിസ്റ്റ് നാഷണൽ പെർമിറ്റ് ഒക്കെ പോലെ അതുപോലെ യാത്ര ചെയ്തിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് ടെമ്പോ ഒക്കെ എടുത്ത് കുറെ ആൾക്കാരൊക്കെ ആയിട്ട് ഇടയ്ക്ക് ചില്ല് ചെയ്ത് ഇടയ്ക്ക് സ്റ്റേ ചെയ്ത് അല്ലേ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. വയനാട്ടിൽ മൂന്നാറ്, തൊടുപുഴ, കേരളത്തിന്റെ പല ഭാഗത്ത്. ഏത് ജില്ലകളും
കട്ടപ്പന ഒന്ന് എക്സ്പ്ലോർ ചെയ്യണല്ലേ. നെക്സ്റ്റ് വന്ന് ചെന്നൈ. ചെന്നൈ. എന്താ അപ്പൊ ഓക്കെ, എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്.